തോബിയാസ് തുടങ്ങിയിട്ടാണല്ലോ, തോബിയാസ് ത്രൂ അല്ലേ പരുന്തും പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളും ഒക്കെ വരുന്നത്. അത് ആക്ച്വലി പരുന്തില് മമ്മൂക്കയാണോ വിളിച്ചത്? ആക്ച്വലി മണി ചെയ്യേണ്ട വേഷമായിരുന്നു, കലാഭവൻ മണി. അപ്പൊ അവര് അതിനടുത്ത പടത്തിലും മണിയെ തന്നെ കല്ലായി അസീസ്. അതെ. അപ്പൊ മണിയെ അടുത്ത പടത്തിലും വെച്ചിട്ടുള്ളതുകൊണ്ട് മായാ ബസാറായിരുന്നു നമുക്ക് അടുത്ത് ചെയ്യേണ്ട പടം. അപ്പം നമുക്ക് പറഞ്ഞു മായാ ബസാറിൽ എന്നാ മണി ചെയ്യട്ടെ. ഇതില് പുള്ളി എന്നെ 2-3 പ്രാവശ്യം വിളിച്ച് കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ മാനസപുത്രി നടക്കുന്ന സമയത്ത്. അങ്ങനെ പരിചയം വന്നിട്ട് ഒരു ദിവസം എന്നെ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് വിളിപ്പിച്ച് പുള്ളി ഇതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെയാണ് എന്നെ വന്നിട്ട് പറഞ്ഞിങ്ങനെ മെയിൻ വില്ലനാണ് ചെയ്യണം, അങ്ങനെ അതിൽ ഫിക്സ് ചെയ്യുന്നത്. പുള്ളിയുടെ ഒറ്റയാളുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു അത്. ജയന്തന്റെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കുമ്പോഴേ ഇപ്പൊ ദ്രോണ, അതുപോലെ ഉട്ടോപ്യയിലെ രാജാവ്, അങ്ങനെ മമ്മൂക്കയുടെ സിനിമകളാണ് ഒരു മേജർ സിനിമ. അത് സംഭവിച്ചു പോയതാണോ? അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നെ കൊണ്ടുവന്നു. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോൾ സിനിമക്ക് ഒരു വലിയ പ്രത്യേകത, ഇതിനകത്തൊരു വലിയ കെമിസ്ട്രി ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്നു, നമ്മൾ മനസ്സുകൊണ്ട് ചേരുന്ന 3 പേരും ഡയറക്ടറുമായിട്ട് നമ്മൾ ചേർന്നേ പറ്റൂ, ചേരും, വേറെ വഴിയില്ല. അല്ല, തമാശക്ക് പറഞ്ഞാണ്, അദ്ദേഹം നമ്മളോട് ചേരുന്ന ഒരാളാണ്. അതെ, നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പം മഞ്ജൂസുമായിട്ട് എനിക്ക് മനസ്സുകൊണ്ട് ചേരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എത്ര കൊണ്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ചാലും എനിക്ക് ഫുൾ ഹാർട്ടഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇൻ്റർവ്യൂ പരാജയമായിരിക്കും വീണയുമായി. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും തമ്മിൽ ഇഷ്ടമുള്ളത് കൊണ്ടും കെമിസ്ട്രി വർക്കൗട്ട് ആകുന്നതുകൊണ്ടുമാണ് നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ കറക്റ്റായിട്ട് ആൻസർ. ഇത് സിനിമയിലുണ്ട്. സിനിമയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും ഞാനത് മുമ്പ് മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മറ്റവരെ വിളിക്കാത്ത ഇവരെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്കയായാലും കുഞ്ചാക്കോ അവരൊക്കെ ആയിട്ട് കുറേ പേര് ജെല്ലായിട്ടുണ്ടാവും. അപ്പം ജെല്ലായി കഴിയുമ്പോൾ അവരുടെ അടുത്ത് കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും ചമ്മലുള്ള ഒരാളാണ് ഞാൻ. അത് പലരും തിരിച്ചറിയാതെ പോകുന്നത്. നമുക്കൊക്കെ ഉള്ളിലൊരു ഷൈനസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയ ആൾക്കാരുടെ കൂടെയാണെങ്കിൽ നമ്മൾ തുറന്ന് സംസാരിക്കും, ഇല്ല നമ്മളെ അറിയാം. ഇവരുടെ കൂടെ നമുക്കിപ്പം വയറ് ചാടിയിരുന്നാലും എന്ത്, വയറ് കുറഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ മസിലൊക്കെ പിടിച്ച് നമ്മളിരിക്കും, ശരിയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ അറിയുന്നവരുടെ കൂടെ ആകുമ്പോൾ അപ്പം എന്താ പറയുക, ഇതേ കെമിസ്ട്രി അഭിനയത്തിലുണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയ ആൾക്കാരുടെ കൂടെയാണെങ്കിൽ നമ്മൾ ഭയങ്കര രസമായിട്ട്. അപ്പം അതുകൊണ്ടാണ് അന്ന് ഈ മമ്മൂക്കയുടെ ഗ്രൂപ്പിൽ ചെന്ന് വിട്ടപ്പം മമ്മൂക്കയ്ക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത് സിനിമാക്കാർക്കൊരു ബോധ്യതയുള്ളതുകൊണ്ട് ആ കാലയളവിൽ വന്ന് മമ്മൂക്കയുടെ മിക്ക പടങ്ങളിലും ആദ്യം കാസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റിൽ എൻ്റെ പേരും ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പം അത് കുറേ കാലം നിൽക്കും. പിന്നെ അത് കഴിയുമ്പോൾ പുതിയ ആൾക്കാർ ആ സ്ഥാനത്തോട്ട് വരും, അങ്ങനെ മാറ്റം വരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നതായിരിക്കണം. കാരണം കാസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ ഹീറോയിൻ ആരായാലും അവർ മറ്റു ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് ഫുൾ അവർ കാണുന്നുണ്ടല്ലോ, അവർ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കും കൂടെ അവരെ കൂടെ കംഫർട്ടബിൾ ആക്കേണ്ട ബാധ്യത ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ പേര് വെക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ അതിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്.